ഒരൊറ്റ തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ചു മേടിച്ച് കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബൺ കേക്കിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വൈകുന്നേരത്തെ നല്ലൊരു ചൂട് ചായയുടെ കൂടെ ഇതൊരെണ്ണം മാത്രം മതിയാവും. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. ആദ്യം തന്നെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ കവർ പാലാണ്, തിളപ്പിച്ച പാലൊന്നുമല്ല. മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിലും പാലുമായിട്ട് നല്ലോണം ചേർന്ന് ഒന്നിങ്ങ് അലന്ന് വരണം. ഇനി ഇതിനകത്തേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാവേ. 1 കപ്പ് പാലെടുക്കുമ്പോൾ 1 മുട്ട വേണേ ചേർക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ. ഇനി 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എത്രത്തോളമാണോ പാലെടുത്ത് അത്രത്തോളം തന്നെ വേണം മൈദ ചേർക്കാനായിട്ട്. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. എത്രയാണോ പാലെടുത്ത് അത്രയും തന്നെ എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ട് നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഒരുപാട് ലൂസ് ഒന്നുമില്ലാതെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്നിങ്ങ് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി മാത്രം ഒന്നിങ്ങ് പിഴിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇത്രയും മാത്രം മതി. നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് ഓയിലൊക്കെ നന്നായിട്ട് ഒന്നിങ്ങ് ചൂടാവാനായിട്ട് അടുപ്പത്തേക്കും കൂടി വെക്കുന്നുണ്ട്. കണ്ടോ, മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ കേക്കിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് നേരെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ചൂടായ ഓയിലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല കുഴിയുള്ള തവിയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ തവിയിൽ കുറച്ച് ഓയിൽ അങ്ങ് എടുത്ത് അതിലേക്കാണ് നമ്മുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്നിങ്ങ് പൊങ്ങി വന്നു തുടങ്ങുമ്പോൾ ഇതേപോലെ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങ് ആക്കി കൊടുക്കുക. അതൊക്കെ ഒന്നിങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ. ഗ്യാസിന്റെ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറിപ്പോവും. അപ്പോൾ ഉള്ള അത്ര നന്നായിട്ട് വേവില്ല. ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. നല്ലോണം തന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി അടുത്തതും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും മിക്സ്. അതുകൊണ്ടാണ് പതുക്കെ ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്കി മിക്സ് മുഴുവൻ ഇതുപോലെ നല്ല ഷേപ്പുള്ള അടിപൊളി ടേസ്റ്റുള്ള ബണ്ണാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട. വൈകുന്നേരത്ത് നല്ല ചൂട് ചായക്കൊപ്പം ഇത് 1-2 മാത്രം മതിയാവും. അപ്പൊ ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു പ്ലേറ്റ് നിറയെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അതും കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ ചേരുവകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ 1/4 കപ്പ് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ട് ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല, പാകത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ.